ഇന്നലത്തെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് കുറേ വൈകിട്ടാണ് വീട്ടിലെത്തിയത്. ഇവിടെ നിന്നൊക്കെയായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് അവർ ചായ കുടിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ കിടന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഉമ്മാന്റെ ചുരിദാറേ അടിക്കാൻ ഇക്കാൻ്റെ അടുത്ത് കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഷെയറുബത്താത്ത നന്നായിട്ട് അടിക്കും. അപ്പോൾ എൻ്റെ ഒരു ചുരിദാറിൻ്റെ അളവൊക്കെ സെറ്റാക്കിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ ഇക്ക പോയിട്ട് രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകിട്ടോ. അപ്പൂസിനെ ഞാൻ വേഗം കുളിപ്പിച്ചു. ഓൻ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും കൂടെ ഈസിയാണ്. ആൾക്ക് ഉറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല. ഇക്കാക്ക് ഇവിടെ ചിക്കു പറയും നാടൻ തയ്യാട്ടോ, ഇഷ്ടംപോലെ കായുണ്ട്. പക്ഷേ നല്ല ഹൈറ്റിൽ പോയിട്ട് വാവിലാളൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇക്കാക്കൊരു ഷീറ്റ് കെട്ടിയങ്ങാണ്ട് പറിക്കുക. കുഞ്ഞാമ്മ നാരായണത്തെ ഭ്രാന്തനെ പോലെ ഒരു ദിവസം മണ്ണ് ഇങ്ങോട്ട് കൊടുന്നിടും, പിറ്റേ ദിവസം അങ്ങോട്ട് കൊണ്ടുപോയിടും. ആ പണിയിലാട്ടോ. അപ്പോസിനെ ഫുഡൊക്കെ കൊടുത്ത് അവൻ ഉറക്കി. ഇനി എൻ്റെ പരിപാടികൾ തകൃതിയായിട്ട് നടക്കും. ആദ്യം തന്നെ കുറച്ച് ചോറ് തിന്നു. ചമ്മന്തി ഉണ്ടായപ്പോൾ ഒന്നും അളിയനോടെ ലാപ്പിൻ്റെ ഒരു ചാർജർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്യൂസ് പോയതാണോ ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ് അതൊക്കെ ഒന്ന് നോക്കിട്ടോ. അപ്പൂസ് അപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അബ സ്കൂളിട്ട് വന്നു. ഫനു വന്നിട്ടുണ്ടായിരുന്നു. ഫനുവിൻ്റെ കൂടെ പോകാൻ വേണ്ടി അവൻ കുറേ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാട്ടോ. അപ്പം ഇന്നെ വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ എന്തെങ്കിലും വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ള ചാമ്പക്കയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഞാൻ അത് പറിച്ചു തരാമൊക്കെ പറഞ്ഞാണ്ട് മെല്ലെ ഇങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം എതിലേലും പോകേണ്ടി വരും. ആ സമയത്താണ് സോണി വന്നത് കേട്ടോ. സോണിനെ ഈ ഒരു യൂണിഫോമിൽ കണ്ടാൽ ഞാൻ വെള്ളാട്ട് പോക്കരെ എന്നാ വിളിക്കല്. ഡോറിനെ ലോക്കിട്ട് അപ്പൂസിന് ഇറങ്ങാൻ കഴിയൂലായിരുന്നു. പക്ഷെ ഇപ്പോൾ ലോക്ക് തുറക്കാൻ പഠിച്ചപ്പം ഒരു ചരട് വെച്ച് കെട്ടിയേക്കട്ടെ. ഉമ്മയെ ഹജ്ജിൻ്റെ ക്ലാസ്സിന് പോയി വന്നപ്പോൾ കുറേ ഐറ്റംസ് കൊടുന്നിരുന്നു കേട്ടോ. ഐസ്ക്രീമും പിന്നെ ആ ഒരു എരിവുള്ള സമൂസ അല്ലേ അതൊക്കെ കേട്ടോ. പൊരിച്ചൊരു സമൂസ, എൻ്റെ കോഴിയുടെ എന്തോ പറഞ്ഞു പൂമോള്, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി. ഞാൻ ഐസ്ക്രീം കൊടുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ച് സെറ്റാക്കി. കുറേ മടക്കി വെക്കാണ്ട് അതൊക്കെ മുകളിൽ നിന്ന് എടുത്തോടുന്ന് മടക്കി വെച്ച് വൈകുന്നേരത്തിന് അപ്പം ചൂടാ പറഞ്ഞു. അപ്പൊക്കെ ചുട്ടപ്പോഴാണ് ഇസ്മായിലാക്ക വന്നത് കേട്ടോ. ഓലെ ഇസ്മായിലാക്കിയും ചെറിയ ലൂലും ഒക്കെ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഒരു കുറേ ഐറ്റംസ് നമുക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാൻ്റെ കസിനാണ് ഇസ്മായിലാക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇസ്മായിലൊക്കെ കുറേ ഐറ്റംസ് ഇക്കാക്ക് കൊടുത്തിരുന്നു. അതിൽ സ്പെഷ്യലാണ് ഇത് കേട്ടോ. ഇക്കാക്ക് ഗൾഫിലുണ്ടായപ്പോൾ കഴിച്ചിന് എന്തൊക്കെ നോസ്റ്റാൾജിക് ഐറ്റംസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനി പോയി കിടക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.